ഹരേ കൃഷ്ണ. ഗൗരാംഗി കൃഷ്ണയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പറയുന്ന ഓരോ വാക്കുകളും നാരായണ പാദത്തിൽ സമർപ്പിച്ച് പറയുന്നതെല്ലാം ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ചായി തീരണമേ എന്ന പ്രാർത്ഥനയോടുകൂടി പറഞ്ഞു തുടങ്ങട്ടെ. കൃഷ്ണബന്ധുക്കളെല്ലാം കൊതിയോടെ കഥയുടെ ബാക്കി ഭാഗം കേൾക്കുവാനായിട്ട് കാത്തിരിക്കുകയായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. എന്തും ഈശ്വരവിശ്വാസത്തോടുകൂടി മാത്രം പ്രവർത്തിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ചന്ദ്രഹാസൻ അങ്ങനെ ഉറങ്ങിക്കിടക്കുന്നത് വിഷയ എന്ന ദൃഷ്ടബുദ്ധിയുടെ മകള് കണ്ടുമുട്ടുകയാണ്. അവിടെ വെച്ചിട്ട് കുന്തൽപൂറിൽ വെച്ചിട്ട് കണ്ടുമുട്ടുകയാണ്. അവിടെ വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അപ്പോൾ വിഷയ ചന്ദ്രഹാസനെ കാണുമ്പോൾ തന്നെ അത്രയേറെ സുമുഖനായിട്ടുള്ള ആ ചന്ദ്രഹാസനോട് എന്തെന്നില്ലാത്ത ഒരു ആകർഷണം തോന്നുകയാണ്. അപ്പോൾ ഉറങ്ങിക്കിടക്കുന്ന ചന്ദ്രഹാസൻ ആരാണ് എന്നറിയാൻ സാധിക്കുമോ എന്നറിയുന്നതിന് വേണ്ടിയിട്ട് ചന്ദ്രഹാസന്റെ തലപ്പാവിന് അടുത്ത് കിടന്നിരുന്ന ആ കത്ത് എടുക്കുകയാണ്. അപ്പോൾ ആ കത്തെടുത്ത് തുറക്കുമ്പോൾ അവൾക്ക് മനസ്സിലാവും ഇത് തൻ്റെ ജ്യേഷ്ഠനുള്ള കത്താണ് എന്ന്. അതിനകത്ത് എഴുതിയിരുന്നത് ഇങ്ങനെയാണ്: ഈ കത്തുമായിട്ട് വരുന്ന യുവാവ് എത്ര അറിവുള്ളവനാണെങ്കിലും ധനികനാണെങ്കിലും ആര് തന്നെ ആയാലും ഇവന് വിഷം നൽകുക എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇത് കാണുന്ന വിഷയയ്ക്ക് വളരെയധികം സങ്കടം തോന്നുകയാണ്. അപ്പോൾ പക്ഷേ ബുദ്ധിമതിയായിട്ടുള്ള അവൾ എന്ത് ചെയ്യും? അവൾ ആ കത്ത് ഒന്ന് തിരുത്തി എഴുതുകയാണ്. ആ വിഷം നൽകുക എന്നുള്ളിടത്ത് വിഷയെ നൽകുക എന്നാക്കി മാറ്റും. അപ്പോൾ അർത്ഥം കംപ്ലീറ്റ് മാറുകയാണ്. അപ്പോൾ അങ്ങനെ എഴുതി ചേർത്തിട്ട് ആ കത്ത് അവിടെ ഒന്നും അറിയാത്തതുപോലെ വെച്ചിട്ട് പോവുകയാണ്. അപ്പോൾ അങ്ങനെ പിന്നെ ഉറക്കം എഴുന്നേറ്റ് കഴിയുമ്പോൾ ചന്ദ്രഹാസ് ഈ കത്തുമായിട്ട് മദൻ്റെ അടുത്ത് ചെല്ലുകയും മദൻ ഈ കത്ത് വായിച്ചിട്ട് തൻ്റെ അച്ഛൻ എന്താണ് ഇങ്ങനെ പറയാനുള്ള കാരണം എന്ന് തിരിച്ചറിയാതെ ഇത്രയും പെട്ടെന്ന് ഇത് നടത്തണം എന്നുള്ള ഒരു എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക എന്ന് കരുതി. പക്ഷെ എന്നാൽ അച്ഛൻ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ അത് സാധിച്ചു. നടത്തുക എന്നത് എൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് തോന്നിയിട്ട് മദൻ എല്ലാ തരത്തിലും അവിടെ ഒരു വലിയ ആഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തി തൻ്റെ സഹോദരിയെ ചന്ദ്രഹാസുമായിട്ട് വിവാഹം കഴിപ്പിക്കുകയാണ്. ഇതേ സമയം തന്നെ കുന്തൽപൂറിലെ രാജാവ് അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലുള്ള ഗുരുക്കന്മാരെയും സന്യാസി ശ്രേഷ്ഠന്മാരെയും ആചാര്യന്മാരെയും ഒക്കെ വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. കാരണം അദ്ദേഹത്തിന് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അദ്ദേഹത്തിനുള്ളത് ഒരു മകളാണ്. അപ്പോൾ ഈ രാജ്യം കൈമാറുവാനായിട്ട് തനിക്ക് നോക്കി നടത്താനായിട്ട് പലയിടങ്ങളിലും ആ രാജ്യത്ത് കുന്തൽപൂർ രാജ്യത്ത് പലയിടത്തും വളരെ ദാരിദ്ര്യം ഉണ്ടാവുന്നു. അതുപോലെ ഒരുപാട് ഐശ്വര്യക്കേടുകൾ വന്നു ചേർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇതിനൊക്കെ എന്താണ് ഒരു പോംവഴി, അല്ലെങ്കിൽ എന്താണ് ചെയ്യാൻ എനിക്ക് സാധിക്കുക എന്നറിയുന്നതിന് വേണ്ടിയിട്ടാണ് എല്ലാവരെയും വിളിച്ചു വരുത്തിയിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ഒരു ആചാര്യൻ അദ്ദേഹത്തോട്, സന്യാസി ശ്രേഷ്ഠൻ അദ്ദേഹത്തോട് പറയും, അങ്ങ് ഈ ഭരണം വെച്ചുമാറേണ്ട സമയമായിരിക്കുകയാണ്. എന്നിട്ട് ഈ ഭരണമെല്ലാം ഏറ്റവും ശ്രേഷ്ഠനായിട്ട് ഇപ്പോൾ കാണപ്പെടുന്ന ചന്ദൻപൂറിലെ രാജാവിൻ്റെ മകനായിട്ടുള്ള ചന്ദ്രഹാസനെ ഏൽപ്പിക്കുക. അദ്ദേഹമാണ് ഇത് നടത്താനായിട്ട് ഏറ്റവും പ്രാപ്തനായിട്ടുള്ളത്, അല്ലെങ്കിൽ ഇത് ഏറ്റവും ഐശ്വര്യപൂർണമായിട്ട് നടത്താനായിട്ടുള്ള പ്രാപ്തിയുള്ളവൻ എന്ന് പറഞ്ഞ് അദ്ദേഹം ചന്ദ്രഹാസനെ കുറിച്ചിട്ടും അദ്ദേഹം രാജ്യങ്ങൾ പിടിച്ചടക്കിയിരിക്കുന്നതിനെ കുറിച്ചിട്ടുമെല്ലാം ഒരുപാട് സംസാരിക്കും അവിടെ കൂടിയിരുന്ന ഗുരുക്കന്മാരും ആചാര്യന്മാരും ഒക്കെ. എന്നിട്ട് പറയും തൻ്റെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള കുന്തൽപൂറിലെ രാജാവിൻ്റെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള മന്ത്രിയുടെ മകളെയാണ് അദ്ദേഹം വിവാഹം കഴിച്ചിരിക്കുന്നതെന്ന് കൂടി അവിടെ അറിയിക്കുകയാണ്. അതെല്ലാം അവിടെ കൊട്ടാരത്തിൽ എത്തിക്കുകയാണ് ആ കാര്യങ്ങളെല്ലാം. അപ്പോൾ ഈ സമയത്ത് ഈ മദൻ ഈ വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ ദുഷ്ടബുദ്ധിയുടെ അടുത്തേക്കും ചന്ദൻപൂറിലെ രാജാവിൻ്റെ അടുത്തേക്കും എല്ലാം ഈ സന്തോഷ വാർത്ത അറിയിച്ചുകൊണ്ട് ആളെ അയക്കുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ട ഉടനെ തൻ്റെ വീട്ടിലെ ഒരു ജോലിക്കാരിയുടെ മകനാണെന്ന് തിരിച്ചറിവ്
ദൃഷ്ടബുദ്ധിക്കുണ്ട്. അപ്പോൾ അങ്ങനെ ഒരാളാണ് തൻ്റെ മകളെ വിവാഹം കഴിച്ചിരിക്കുന്നതെന്നും തനിക്കുള്ളതെല്ലാം സ്വന്തമാക്കിയിരിക്കുന്നതെന്നും അറിയുമ്പോൾ അത് എത്ര ഒട്ടും തന്നെ ദൃഷ്ടബുദ്ധിക്ക് സഹിക്കാനായിട്ട് കഴിയുന്ന ഒരു കാര്യമായിരുന്നില്ല. അതെത്ര ശ്രമിച്ചിട്ടും അത് ആ ഒരു അമർഷം അടക്കാനായിട്ടും ദൃഷ്ടബുദ്ധിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത്രയേറെ രോഷത്തോടു കൂടിയിട്ട് അദ്ദേഹം തിരിച്ചു വരികയാണ്, ദൃഷ്ടബുദ്ധി തിരിച്ച് എത്തുകയാണ് എന്താണ് സംഭവിച്ചെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഈ സമയത്ത് തന്നെ മറ്റേ കുന്തൽപൂറിൻ്റെ കൊട്ടാരത്തിൽ, രാജാവിൻ്റെ കൊട്ടാരത്തിൽ ഇദ്ദേഹത്തിനെ രാജാവാക്കാനായിട്ടും തൻ്റെ മകളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ അവിടെ സംസാരം നടക്കുന്നുണ്ട്. അങ്ങനെ ദൃഷ്ടബുദ്ധി ചന്ദ്രഹാസൻ്റെ അടുത്ത് എത്തിക്കഴിയുമ്പോൾ ഈ ദൃഷ്ടബുദ്ധി തൻ്റെ ഉള്ളിലുള്ള ആ അമർഷമെല്ലാം ഒതുക്കി ഒന്നും പുറമേ കാണിക്കാതെ ചന്ദ്രഹാസനെ കെട്ടിപ്പിടിച്ച് എനിക്ക് നിന്നെ പോലെ ഒരു മരുമകനെ കിട്ടിയത് അത്രയേറെ സന്തോഷമുളവാക്കുന്ന കാര്യമാണെന്നൊക്കെ പറഞ്ഞ് ചേർത്ത് പിടിക്കും. അതോടൊപ്പം മദനെ മാറ്റി നിർത്തിയിട്ട് ഒരുപാട് രോഷത്തോടെ നടന്ന കാര്യം ചോദിക്കുമ്പോൾ മദൻ വളരെ സാധാരണ ഇതിൽ അച്ഛൻ എന്താണ് ഇങ്ങനെ ഇത് കാണിക്കുന്നത്, എനിക്ക് എന്ത് തെറ്റ് പറ്റിയെന്നാണ് പറയുന്നതെന്ന് പറഞ്ഞിട്ട് ആ കത്തെടുത്ത് കാണിക്കുകയാണ്. അപ്പോൾ പിന്നെ ദൃഷ്ടബുദ്ധിക്ക് ഒന്നും പറയാനായിട്ട് കഴിയുന്നില്ല. അപ്പോൾ എന്തായാലും താൻ വിചാരിച്ചത് ഒക്കെ ആകെ തെറ്റായി പോയി എന്ന്, സംഭവിച്ചതെല്ലാം തെറ്റായി പോയി എന്നുള്ള ഒരു ധാരണയിൽ ദൃഷ്ടബുദ്ധി ഈ ചന്ദ്രഹാസനെ വിളിച്ച് മാറ്റി നിർത്തിയിട്ട് പറയും, നമ്മുടെ കുടുംബത്തിൽ ഒരു ആചാരമുണ്ട്, ഒരു അവരുടെ കുടുംബത്തിൻ്റെ ദേവീ ക്ഷേത്രത്തിൽ പോയിട്ട് അവിടെ ഒറ്റയ്ക്ക്, വധുവില്ലാതെ ഒറ്റയ്ക്ക് പോയി മാല ചാർത്തണം വരൻ എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഒരു ആചാരം. അപ്പോൾ അത്രയേറെ ഈശ്വരവിശ്വാസമുള്ള ആളായതുകൊണ്ട് തന്നെ ചന്ദ്രഹാസ അത് സന്തോഷത്തോടു കൂടിയിട്ട് സമ്മതിക്കും. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ വെളുപ്പിന് പ്രഭാതത്തിൽ അവിടെ ചെന്ന് മാല ചാർത്തണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് ചന്ദ്രഹാസ് അത് സമ്മതിക്കുന്നതിനോടൊപ്പം തന്നെ ദൃഷ്ടബുദ്ധി എന്ത് ചെയ്യുന്നു വെച്ചാൽ ദൃഷ്ടബുദ്ധിയുടെ ജോലിക്കാരെ വിളിച്ചിട്ട് പറയും, നാളെ വെളുപ്പിന് പ്രഭാതത്തിൽ ആരാണോ അവിടെ ആദ്യം വന്ന് അമ്പലം തുറക്കുമ്പോൾ തന്നെ തുറക്കുന്നത് അവരെ അപ്പം തന്നെ തീർത്തേക്കണം എന്ന് പറയുകയാണ്, ഏർപ്പാടാക്കുകയാണ്. അപ്പോൾ ആദ്യം ചന്ദ്രഹാസനെ അങ്ങോട്ട് അയക്കാനാണ് ദൃഷ്ടബുദ്ധി വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് മറ്റ് ആചാര്യന്മാരുടെ എല്ലാം നിർദ്ദേശപ്രകാരം കൊട്ടാരത്തിൽ അതിഗംഭീരമായിട്ട് ചന്ദ്രഹാസനെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട്, തൻ്റെ രാജ്യഭരണമെല്ലാം ഏൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് തീരുമാനിച്ച് കൊട്ടാരത്തിൽ ചർച്ചകൾ നടന്ന് അതെല്ലാം അതിനുള്ള വേണ്ട കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് ഈ തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് മദൻ കൊട്ടാരത്തിലുണ്ട്. അപ്പോൾ പറയും, നിന്റെ സഹോദരിയെ വിവാഹം കഴിച്ചിരിക്കുന്ന ചന്ദ്രഹാസനെ ഉടനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരിക, രാജ്യഭരണമെല്ലാം ഞാൻ അവനെ ഏൽപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് പറയും. അപ്പം മദൻ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് അവിടെ നിന്ന് രാജാവിൻ്റെ ആ ആജ്ഞ അനുസരിച്ചുകൊണ്ട് ചന്ദ്രഹാസനെ വിളിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ പോകുന്ന സമയത്ത് അവിടെ വീട്ടിലെത്തുമ്പോൾ ആണ് അറിയുന്നത് ചന്ദ്രഹാസ് ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു എന്നറിയുകയാണ്. ഉടനെ മദൻ ചന്ദ്രഹാസനെ വിളിക്കുന്നതിന് വേണ്ടിയിട്ട് പുറകെ വേഗം ചെല്ലണം. കാരണം രാജാവാണ് ഏൽപ്പിച്ചിരിക്കുന്ന ഒരു കാര്യം. അപ്പം അതിന് താമസം വരാൻ പാടില്ലാത്തത് കൊണ്ട് തന്നെ മദൻ ഉടനെ ചന്ദ്രഹാസനെ വിവരം അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് പോവുകയാണ് പുറകെ. അവിടെ ചെന്ന് ഇടയ്ക്ക് വെച്ചിട്ട് തന്നെ ചന്ദ്രഹാസനെ കണ്ടുമുട്ടും. ക്ഷേത്രത്തിനടുത്ത് എത്തിയിരുന്നു ചന്ദ്രഹാസ്. അപ്പം പറയും, നീ ഇനി താമസിക്കണ്ട, നീ കൊട്ടാരത്തിലേക്ക് ചെല്ലുക, രാജാവ് ഇന്ന തീരുമാനങ്ങൾ നിനക്ക് വേണ്ടി എടുത്തിട്ടുണ്ട്, അപ്പോൾ നീ അങ്ങോട്ട് ചെല്ലുക, ഇത് നിനക്ക് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ പൂർത്തിയാക്കിക്കോളാം, നീ വിഷമിക്കേണ്ട, നീ ചെല്ലൂ എന്ന് പറഞ്ഞിട്ട് മദൻ ക്ഷേത്രത്തിലേക്ക് പോവും. ചന്ദ്രഹാസ് കൊട്ടാരത്തിലേക്കും പോവുകയാണ്. അങ്ങനെ കൊട്ടാരത്തിൽ അതിഗംഭീരമായിട്ട് ചന്ദ്രഹാസനെ സ്വീകരിച്ച് അവിടെ ഈ കാര്യങ്ങളെല്ലാം നടക്കുന്ന സമയത്ത് ഈ ക്ഷേത്രത്തിൽ മദൻ ആ അമ്പലം തുറക്കുകയും മദനെ അവിടെ വെച്ചിട്ട് ദൃഷ്ടബുദ്ധിയുടെ ജോലിക്കാര് കൊല്ലുകയും ചെയ്യുകയാണ്. ക്ഷേത്രത്തിൻ്റെ ആ ഡോറ് തുറക്കുമ്പോൾ തന്നെ മദനെ ഇല്ലാതാക്കുകയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പിന്നെ കാണുന്നത് ഈ ചന്ദൻപൂറിലെ രാജാവ് എല്ലാം അവിടേക്ക് എത്തുകയും ചന്ദ്രഹാസനെ ഇത്രയേറെ ഗംഭീരമായിട്ട് കൊട്ടാരത്തിലെത്തുന്ന ദൃഷ്ടബുദ്ധി കാണുകയാണ്. ചന്ദ്രഹാസനെ അവിടെ അത് ഗംഭീരമായിട്ട് ചക്രവർത്തിയായിട്ട്
ആക്കി മാറ്റിയിരിക്കുന്നത് കാണുകയാണ്. അപ്പോൾ ഇത് കാണുന്ന ദൃഷ്ടബുദ്ധിക്ക് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. കാരണം താൻ ഈ സമയത്ത് ക്ഷേത്രത്തിലേക്ക് വിട്ടിരുന്നു, അവിടെ കൊല്ലാനായിട്ട് ഏൽപ്പിച്ചിരുന്നു. ഇതിനിടയിൽ ഈ ചന്ദൻപൂരിലെ യാത്ര, തൻ്റെ കുടുംബത്തിലുണ്ടായ കാര്യങ്ങൾ, ഇതിൻ്റെ ഒന്നും ഇടയിൽ കൊട്ടാരത്തിൽ നടന്ന ഒരു കാര്യങ്ങളും ഈ ദൃഷ്ടബുദ്ധി അറിഞ്ഞിരുന്നില്ല. അപ്പോൾ ഈ സംഭവം നേരിട്ട് കാണുമ്പോൾ ദൃഷ്ടബുദ്ധിക്ക് ആകെ ഒരു ഷോക്കായിട്ട് തോന്നുകയാണ്. എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത വിധത്തിൽ. അപ്പോൾ വേഗം ദൃഷ്ടബുദ്ധി അവിടെ നിന്ന് ക്ഷേത്രത്തിലേക്ക് പുറപ്പെടും. അപ്പം തൻ്റെ മകനെയാണെങ്കിൽ അവിടെ ഒന്നും കാണുന്നുമില്ല. ദൃഷ്ടബുദ്ധി ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ട് കഴിയുമ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് അവിടെ മരിച്ചു കിടക്കുന്ന തൻ്റെ മകനെ കാണുന്നത്. ഇത് കണ്ട ഉടനെ തനിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ്, താൻ ചെയ്തതെല്ലാം അബദ്ധങ്ങൾ മാത്രമാണെന്ന് തിരിച്ചറിയുന്ന ദൃഷ്ടബുദ്ധി അവിടെ വെച്ചിട്ട് സ്വയം മരിക്കുകയാണ്, സ്വയം ജീവൻ എടുക്കുകയാണ്. അപ്പോൾ ഈ വിവരങ്ങളെല്ലാം ആള് ചെന്ന് കൊട്ടാരത്തിൽ വിവരം അറിയിക്കും. മന്ത്രിയുടെ മകൻ മരിച്ച വിവരവും മന്ത്രി മരിച്ച വിവരവും ഒക്കെ അപ്പോൾ അവിടെ ചെന്ന് അറിയിക്കുമ്പോൾ ചന്ദ്രഹാസന് വളരെയധികം സങ്കടം തോന്നുകയാണ്. അപ്പോൾ ചന്ദ്രഹാസൻ ഉടനെ അവിടെ നിന്ന് ക്ഷേത്രത്തിലേക്ക് പോകും. ക്ഷേത്രത്തിലേക്ക് പോയിട്ട് അവിടെ ചെന്ന് മരിച്ചു കിടക്കുന്ന മദനെ കാണുമ്പോൾ ഒരുപാട് സങ്കടത്തോടു കൂടിയിട്ട് അവിടെ ഇരുന്ന് ആ ക്ഷേത്രത്തിന് മുന്നിലിരുന്ന് തൊഴുത് കുറേ സമയം കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിക്കുമെന്നാണ് പറയുന്നത്. അത്രയേറെ മനസ്സിൽ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് ആ മദൻ്റെ ശരീരത്തിൽ സ്പർശിക്കുമ്പോൾ ആ അകന്നു കിടന്നിരുന്ന മരിച്ചു കിടന്നിരുന്ന അവയവങ്ങൾ ചേരുകയും മദൻ ജീവനോട് കൂടിയിട്ട് ഉണർന്നെഴുന്നേൽക്കുകയും ചെയ്തു എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഈ ദൃഷ്ടബുദ്ധിയെയും അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്ന് സ്പർശിച്ചപ്പോൾ ആ മരിച്ച് ജീവൻ പോയിരുന്ന അവർക്ക് ദൃഷ്ടബുദ്ധിക്ക് കൂടി ജീവൻ തിരിച്ച് ലഭിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയേറെ പവർഫുള്ളാണ് ഭഗവാനിൽ അത്രയേറെ ഉറച്ച് വിശ്വസിക്കുന്ന ഭഗവാന്റെ അത്ര പ്രിയപ്പെട്ട ഭക്തരുടെ ഒരു സ്പർശനം, അവരുടെ സാമീപ്യം പോലും അത്രയേറെ പവർഫുൾ ആണെന്നാണ് ഈ കഥയിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ എങ്ങനെ ഇത് സംഭവിച്ചു എന്ന് പോലും ആർക്കും മനസ്സിലാവാതെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ജീവൻ തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ, അല്ലെങ്കിൽ തൻ്റെ മകൻ തൻ്റെ മുന്നിൽ ജീവനോടുകൂടി ഇരിക്കുന്ന കണ്ടിട്ടുള്ള ആ സന്തോഷത്തിൽ ദൃഷ്ടബുദ്ധി അത്രയേറെ സന്തോഷിച്ച് കടന്ന് അലമുറയിട്ട് കരഞ്ഞ് ആനന്ദം പ്രകടിപ്പിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത്ര ആർപ്പ് വിളിച്ച് ഇത് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ചന്ദ്രഹാസ് പറഞ്ഞു കൊടുക്കും, ദൃഷ്ടബുദ്ധിയോട് പറയും, ഈ ലോകത്ത് എല്ലാ സങ്കടങ്ങൾക്കുമുള്ള കാരണം രണ്ട് കാര്യങ്ങളാണ്. അത് അത്യാഗ്രഹവും അതുപോലെ ഭയവുമാണെന്ന് പറയും. എന്താണ് എനിക്ക് എന്നുള്ള ആ ഒരു ഈഗോ, അല്ലെങ്കിൽ ഞാൻ എന്നുള്ള ആ ഒരു സ്വാർത്ഥമായിട്ടുള്ള ആ ഒരു താല്പര്യം, അതിൽ നിന്നാണ് എല്ലാ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ തനിക്ക് എന്തെങ്കിലും നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം ഉണ്ടാവുന്നത് തന്നെ അതാണല്ലോ. എനിക്ക് എന്തെങ്കിലും നഷ്ടപ്പെടുമോ, അല്ലെങ്കിൽ ഒന്നിനെ കുറിച്ചിട്ടും ആശങ്കയില്ലാത്തവർക്ക് ഒരു ഭയവും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാം ഉണ്ടാകുന്നത് പേടിയിൽ നിന്നും ഞാൻ എന്ന തോന്നലിൽ നിന്നുമാണ്. ആ എന്നോടുള്ള സ്വാർത്ഥമായിട്ടുള്ള മോഹത്തിൽ നിന്നാണ് എല്ലാ മോശമായിട്ടുള്ള എല്ലാ സങ്കടങ്ങളും ഉണ്ടാവുന്നത്, എല്ലാ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും ഉണ്ടാകുന്നത് എന്ന് ചന്ദ്രഹാസ് പറയും. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാവരും ഭഗവാന്റെ മക്കളാണ്. ആ ഭഗവാന്റെ തന്നെ ചൈതന്യമാണ് എല്ലാവരും. അപ്പോൾ എല്ലാവരും ഭഗവാന്റെ മുന്നിൽ ഒരുപോലെയാണ്, ആരും വ്യത്യസ്തരല്ല. അതുപോലെ ആ ഭഗവാൻ ഇല്ലെങ്കിൽ എല്ലാവരും ഒറ്റയ്ക്കാണ്. ആരും തന്നെ ആർക്കും കൂട്ടായിട്ടോ അല്ലെങ്കിൽ തുണയായിട്ടോ ഒന്നുമില്ല. എല്ലാവരും ഭഗവാന്റെ കീഴിലാണ്. ആ ഈശ്വരൻ അറിയാതെ ഒന്നും തന്നെ സംഭവിക്കില്ല. ആ ഭഗവാന് കഴിയാത്തതായിട്ട് ആർക്കും ഒന്നും ചെയ്ത് നേടിയെടുക്കാനും സാധിക്കില്ല എന്ന് ചന്ദ്രഹാസ് പറയുകയാണ്. ഏതു പ്രവൃത്തി ചെയ്യുമ്പോഴും നാം സദാ ആ ഭഗവാന്റെ നിരീക്ഷണത്തിലാണ്, ആ ഭഗവാന് എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു ബോധം നമ്മളിൽ ഉണ്ടായിരിക്കണം. എപ്പോഴും ആ ഭഗവത് സ്മരണ നമ്മളിൽ ഉണ്ടായിരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തി കൊടുക്കുകയാണ് ചന്ദ്രഹാസ്.
എല്ലാം കേൾക്കുന്ന മദൻ തൻ്റെ അച്ഛനായിട്ടുള്ള ദുഷ്ടബുദ്ധിയോട് പറയും, അച്ഛാ ഇനിയെങ്കിലും അച്ഛൻ ഭഗവാനെ അറിഞ്ഞ് ഭഗവാന്റെ നാമം ജപിച്ച് ഈശ്വര സ്മരണയോട് കൂടിയിട്ട് മനസ്സിൽ നന്മ മാത്രം ചിന്തിച്ച് ജീവിക്കാനായിട്ട് ശ്രമിക്കൂ എന്ന് പറയുകയാണ്. അങ്ങനെ അന്ന് മുതൽ ദുഷ്ടബുദ്ധിയുടെ ആ ദുഷ്ടബുദ്ധിയെല്ലാം മാറി ഈശ്വരീയമായിട്ടുള്ള ചിന്തകൾ ഉണ്ടായി എന്നാണ് കഥയിൽ പറയപ്പെടുന്നത്. ഇപ്പോൾ ശ്രദ്ധിക്കൂ, ഏതെല്ലാം തരത്തിൽ ആ ചന്ദ്രഹാസനെ ഇല്ലാതാക്കാനായിട്ട് കുഞ്ഞായിരുന്നപ്പോൾ മുതൽ ചന്ദ്രഹാസനെ ഇല്ലാതാക്കാനായിട്ട് ശ്രമിച്ചു. പക്ഷേ പ്രഹ്ലാദൻ്റെ കഥയിൽ പറയുന്നത് പോലെ ആ ഒന്നും അറിയാതെ ആ ഭഗവാന്റെ നാമം ഉറച്ച് തൻ്റെ അമ്മ പറഞ്ഞ് തന്നെ ആ വളർത്തിയ ആ സ്ത്രീ പറഞ്ഞു കൊടുത്തതാണ്, നിനക്ക് ഭയം ഉണ്ടാകുമ്പോഴെല്ലാം നീ ഭഗവാന്റെ നാമം ഉച്ചരിച്ചോളൂ എന്ന്. അപ്പോൾ അതുപോലെ എന്താണെന്ന് തിരിച്ചറിയാതെ, ഈശ്വരൻ എന്താണെന്ന് തിരിച്ചറിയാതെ ആ ഭഗവാന്റെ നാമം ഉച്ചരിച്ചുകൊണ്ടേയിരുന്നു എല്ലായ്പ്പോഴും. എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും അതിൻ്റെ പുണ്യമായിട്ട് എല്ലായ്പ്പോഴും ചന്ദ്രഹാസ പോലും അറിയാതെ അവൻ സംരക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്, ഭഗവാനാൽ സംരക്ഷിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതുപോലെയാണ് നമ്മൾ എല്ലാവർക്കുമുള്ള ഒരു പാഠമാണിത്. സദാ ഭഗവാന്റെ നാമം ഉച്ചരിച്ചു കൊണ്ടേയിരിക്കുക. ഭഗവാന്റെ നാമം ഒരു പ്രാവശ്യം ജപിച്ചാൽ പോലും അത്രയേറെ പുണ്യമായിട്ട് നമ്മുടെ പുരാണങ്ങളിലെല്ലാം പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി സമയം കണ്ടെത്തുക. ബാക്കിയുള്ള ആഘോഷങ്ങളും ആനന്ദങ്ങളും എല്ലാം ഉണ്ടാകുമ്പോഴും അതിനോടൊപ്പം ഈ ഭഗവത് ചിന്തകൾ കൂടി ചേർത്ത് വെക്കാനായിട്ട് എപ്പോഴും ശ്രമിക്കുക. സദാ ഭഗവാനെ വിളിക്കുക. ഭഗവാൻ എപ്പോഴും തുണയായിട്ട് അങ്ങനെയുള്ളവരുടെ കൂടെ എപ്പോഴും ഭഗവാൻ ഉണ്ടാകും. ഭഗവാന്റെ ഒരു കാര്യം എപ്പോഴും ഓർക്കുക, ഭഗവാൻ ശ്രീകൃഷ്ണൻ, നാരായണൻ ഒരല്പം സ്വാർത്ഥത ഉണ്ടാവാൻ പാടില്ല എന്ന് നമ്മളെ പഠിപ്പിക്കുമ്പോഴും അല്പം സ്വാർത്ഥതയുള്ള വ്യക്തിയാണ്. അപ്പോൾ എല്ലാവരും കഴിഞ്ഞിട്ട് ഞാൻ ഭഗവാനെ പ്രാർത്ഥിക്കാം എന്ന് ചിന്തിച്ചാൽ ഭഗവാൻ പറയും, നീ എല്ലാവരുടെയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഭാ എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് എല്ലാം എനിക്ക് നീ മതി, എല്ലാത്തിനും ഉപരിയായിട്ട് എനിക്ക് നീ മാത്രം മതി എന്ന് പറയുന്ന സമയം തൊട്ട് ഭഗവാൻ നിങ്ങളോടൊപ്പം നിങ്ങൾക്കെല്ലാ ഐശ്വര്യങ്ങളും നൽകി നിങ്ങളുടെ കൂടെ സദാ തുണയായിട്ട് ഭഗവാൻ ഉണ്ടാവും. അതനുഭവിച്ചറിയാനായിട്ട് ഭഗവാൻ തന്നെ വഴിയൊരുക്കി തരും. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക, ഉറച്ച് വിശ്വസിക്കുക. ഭഗവാൻ എല്ലാവർക്കും തുണയാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചന്ദ്രഹാസൻ്റെ ഈ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെടട്ടെ, ഒരു പാഠമാവട്ടെ, ജീവിതത്തിൽ പകർത്താനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ